അറിയോ? എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. 7-ാം അധ്യായമായിട്ടുള്ള ജ്ഞാനവിജ്ഞാന യോഗം ഭഗവാൻ പറയുന്നു, ഏതേത് ഭക്തന്മാർ ഏതേത് മൂർത്തികളിൽ അവരവരുടേതായിട്ടുള്ള ശ്രദ്ധയ്ക്ക് അനുസരിച്ചിട്ടുള്ള മൂർത്തികളിൽ ഉപാസന ചെയ്യുന്നുവോ അതിന് തക്കതായ ഫലം അവർക്കുണ്ടാവും. പക്ഷെ അതെല്ലാം തന്നെ അതിനൊക്കെ നാശമുള്ളതാണ്, അവധിയുള്ളതാണ് എന്ന് പറയാം. മറിച്ച് എന്നെയാകട്ടെ, എന്നെ ആരാണോ ഉപാസിക്കുന്നവർക്ക് അവർക്ക് ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഉപാസനയുടെ രഹസ്യം അതാണ്. അപ്പോൾ ആരാണ് ഭഗവാൻ, എങ്ങനെയാണ് ഈ ഉപാസന എന്നുള്ളത് ഇവിടെ 7-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. സ തയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃകാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. ശ്രദ്ധയോടുകൂടിയവനായിട്ട് ആ ഇഷ്ടദേവതയുടെ ആരാധനയെ ചെയ്യുന്നു. അവനോ ആ ദേവതയിൽ നിന്ന് എന്നാൽ വിധിക്കപ്പെട്ട കാമങ്ങളെ, ഇഷ്ടഫലങ്ങളെ അവൻ അനുഭവിക്കുന്നു. എന്നാൽ അതൊക്കെ തന്നെ അല്പബുദ്ധികളായിട്ടുള്ള അവരുടെ ആ ഫലങ്ങൾക്കൊക്കെ എന്തുണ്ട്? അവസാനമുണ്ട്. പക്ഷേ എന്നെ ആരാണോ ഭജിക്കുന്നത്, എൻ്റെ ഭക്തന്മാർ എന്നെ പ്രാപിക്കുന്നു. അതിനെന്തില്ല? നാശമില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു 23-ാമത്തെ ശ്ലോകത്തിൽ. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തോ യാന്തി മാം അപി. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് 4 വിധത്തിലുള്ള ഭക്തന്മാരെക്കുറിച്ചു. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ഇതിൽ ജ്ഞാനി എന്ന് പറയുന്നിടത്താണ് ഭഗവാൻ ഊന്നൽ നൽകുന്നത്. മറ്റതൊക്കെ ക്ഷണികങ്ങളാണ്, അതിനെന്തുണ്ട്? അറുതിയുണ്ട്. ഇത് അവധിയില്ലാത്തതാണ്, നാശമില്ലാത്തതാണ് എന്ന് പറയാം. തുടർന്ന് ഗീതയിലെ ഈ ആശയം ഗീതയിൽ പലയിടത്ത് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ ഇതൊക്കെ വിവാദങ്ങളാണ്. ഗീതയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ്റെ വചനങ്ങളായിട്ട് വ്യാസർ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. എന്താ നോക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്. 7-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തഃ മമാവ്യയമനുത്തമം. അവ്യയം വ്യക്തിം ആപന്നം മന്യന്തേ മാം അബുദ്ധയഃ. അബുദ്ധയഃ ബുദ്ധിയില്ലാത്ത മൂഢന്മാർ, ബുദ്ധിഹീനന്മാർ. എന്താ ബുദ്ധിഹീനന്മാർ എന്നെക്കുറിച്ച് പറയുന്നത്? വ്യക്തിം ആപന്നം മന്യന്തേ, ഞാനും അവരെ പോലെ ഒരാളാണെന്ന് അവർ കരുതുന്നു. അവജാനന്തി മാം മൂഢാഹ എന്ന് ഭഗവാൻ ഇനിയും പറയാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നു. എന്താ ഇവിടെ പറയുന്നത്? അനുത്തമം, ഇത് അത്യന്തം ഉത്തമമായിട്ടുള്ള, ഉത്കൃഷ്ടമായിട്ടുള്ള, പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ആ അനുത്തമം പരം. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ, ഇങ്ങനെ ദേശകാല വസ്തു പരിമിതി ഏൽക്കാത്തതായിട്ടുള്ള പരം, അനുത്തമം പരം, ആ ഭാവത്തെ, അതാണ് ഞാനെന്നറിയാതെ, അജാനന്ദ, അത് മനസ്സിലാക്കാതെ. അപ്പം ഈശ്വരൻ എന്നത് ഒരു കാലത്ത് ജനിച്ച് മരിച്ചുപോയി എന്നുള്ളതാണ് കൃഷ്ണനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ, അങ്ങനെ വസുദേവർക്ക്
ദേവകിയിൽ ജനിച്ചു, നന്ദഗോപനും യശോദയെ എടുത്ത് വളർത്തി, അങ്ങനെ അവസാനം ഒരു വേടന അമ്പ് ചെയ്ത് മരണത്തിന് കാരണമായി. അങ്ങനെ കുറച്ചു കാലം ജീവിച്ച് മരിച്ചുപോയ ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ കരുതുന്നതെങ്കിൽ, എൻ്റെ ജയന്തി സമാധിയൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുവെങ്കിൽ, ആ ആളുകളെക്കുറിച്ച് കൃഷ്ണൻ പറയുക. കൃഷ്ണൻ്റെ വാക്കുകളായിട്ട് വ്യാസൻ പറയുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്നിട്ട് ആഘോഷിച്ചോളൂ. ഏതുപോലെ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന അറിവിൽ സൂര്യോദയവും അസ്തമയവും കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്താണ് ഈ സൂര്യൻ അസ്തമിക്കുന്നില്ല ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ? സൂര്യനിൽ നിന്ന് പറയുന്നതാണ്. സൂര്യൻ്റെ തലത്തിൽ നിന്നാൽ സൂര്യൻ പറയാണ്, മണ്ടന്മാരെ, നിങ്ങൾ ഈ ഉദയവും അസ്തമയം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എനിക്ക് അങ്ങനെ ഉദയവും ഇല്ല അസ്തമയവും ഇല്ല, ഞാൻ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സൂര്യൻ അങ്ങനെ പറയാലോ. ഇത് രണ്ടും അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിന് വാളെടുക്കുന്നു? അതൊരറിവല്ലേ. അത് പറഞ്ഞ മാഷത്തല്ലാൻ നിൽക്കണോ? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അല്ല, നിങ്ങൾക്ക് എവിടുന്ന ഇതിൻ്റെ പ്രമാണം എന്ന് ചോദിച്ചാൽ അത് ഇതവിടെയാണ്. അപ്പം അത്രയെങ്കിലും മനസ്സിലാക്കുക. അപ്പം അനുത്തമം പരംഭാവം, എൻ്റെ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തതായിട്ടുള്ള ഭാവത്തെ അജാനന്ദ അറിയാത്ത അബുദ്ധയ ബുദ്ധിഹീനന്മാർ, മൂഢന്മാർ, മടയന്മാർ, പൊട്ടന്മാർ, അവിവേകികൾ, വിവരദോഷികൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ആ വിവരദോഷികൾ അവ്യക്തം, വ്യക്തമല്ലാത്ത, ഒരു പ്രകാരത്തിലും ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കാത്തതായ എന്നെ, മാം വ്യക്തിം ആപന്നം, ഒരു വ്യക്തിയായി പ്രാപിച്ചവനായിട്ട് മന്യന്തേ കരുതുന്നു. അപ്പോൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചിലരെടുത്ത് ഉദാഹരിക്കാറുണ്ട്. എന്നിട്ട് പറയും, മറ്റേ എന്താ പറയുക, ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിപൂജ പാടില്ലാത്തതാണ് എന്നൊക്കെ. ഇതെന്താ ഇതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ ഇതെടുത്തിങ്ങനെ ഓരോന്ന് വീക്കുന്നതാണ്. ഈ അറിവിലായിരിക്കണം നിങ്ങൾ ആരാധന നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ അറിവ് അതിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഭഗവത്പാദർ, ശങ്കര ഭഗവത്പാദർ ക്ഷമാപണത്തിൽ 3 അപരാധങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിലും വലുതില്ലല്ലോ. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം സ്തുത്യാ നിർവചനീയതാ കില ഗുരോ ദൂരീകൃതായന്മയ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ ക്ഷന്തവ്യം ജഗദീശ തദ്വികലദം ദോഷത്രയം മത്കൃതം. അപ്പോൾ ഭഗവത്പാദർ ഇതെല്ലാം ചെയ്ത ആളാണ്. ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠ നടത്തി ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങൾ വിധിച്ച ആളാണ്. തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ധ്യാന സ്തോത്രങ്ങൾ ചമച്ച ആളാണ്. അതേ ആചാര്യസ്വാമികൾ എന്താ പറയുന്നത്? ഇതെല്ലാം തെറ്റായിപ്പോയി എന്ന് പറയുകയാണോ? അല്ല, ഇത് വേദത്തിലെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. എന്താ ഭഗവത്പാദർ പറയണത്? രൂപം രൂപവിവർജിതസ്യ ഭവതോ രൂപവിവർജിതസ്യ ഭവതഃ, രൂപമില്ലാത്ത അങ്ങേക്ക് ഞാൻ എന്തുണ്ടാക്കി? രൂപമുണ്ടാക്കി. എന്നിട്ടോ ധ്യാനത്തിലൂടെ അങ്ങനെ കൽപ്പന ചെയ്തു. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. പിന്നെ അനിർവചനീയനാണ്, വാക്കുകൾക്കൊന്നും സ്ഥാനമില്ല അവിടെ. ഉപനിഷത്ത് പറയും യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ
തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ. നീ വാക്കുകളെ കൊണ്ടൊന്നും വചിക്കുന്നതല്ല അത്, അതിനപ്പുറത്തുള്ളതാണ്. അപ്പോൾ എന്താണ്? അങ്ങനെയുള്ളതിനെ ഞാൻ എന്തുണ്ടാക്കി? സ്തോത്രങ്ങളൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് സ്തുതിച്ചു. സ്തുത്യ അനിർവചനീയതാകില ഗുരു. പിന്നെയോ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന. അങ്ങയുടെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അളവില്ലാത്തതാണ്. ആ അളവില്ലാത്ത വ്യാപ്തിയുള്ള അങ്ങേക്ക് ഞാൻ പരിമിതികൾ കൽപ്പിച്ചു. എന്നിട്ടോ ഇന്ന ഘട്ടങ്ങളൊക്കെ തീർത്ഥഘട്ടങ്ങളാണെന്നും പറഞ്ഞു തീർത്ഥാടനം നടത്തി. ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം. എന്നാൽ ചെയ്യപ്പെട്ട ഈ 3 ദോഷങ്ങളും അങ്ങ് പൊറുക്കേണമേ എന്ന് പറയാം. അപ്പം അതറിവാണ്. എന്താണ് ആ അറിവ്? ഇതല്ല ഭഗവാൻ എന്ന അറിവിലാണത് ചെയ്യുന്നത്. ദേശീയ പതാകയല്ല ദേശം എന്ന അറിവോടുകൂടിയാണല്ലോ നമ്മൾ അതിനെ ആരാധിക്കുന്നത്. അത്രയും ബുദ്ധി ഇവിടെ ഉണ്ടായാൽ മതി. മാർഗവും ലക്ഷ്യവും. പക്ഷെ ചിലരെ സംബന്ധിച്ച് അവരെയാണ് ഭഗവാൻ എന്തു പറഞ്ഞത്? മൂഢന്മാർ. അല്ലയോ മൂഢന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു കാലത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരാളല്ല. മറിച്ച് ഞാൻ സർവസ്വമാണ്, സർവഗതമാണ്, സർവാന്തര്യാമിയാണ്, എല്ലാമാണ്. ഇതാണ് ലക്ഷ്മണൻ ശ്രീരാമനെ സമീപിച്ച് ജ്ഞാനോപദേശത്തിനായിട്ട് ചെല്ലുമ്പോൾ തന്നെ ശ്രീരാമൻ തന്നെ രാമനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ത്വം ശുദ്ധബോധോസി നിരാകൃതി സ്വയം ആത്മാസ്യധീശോസി. ത്വം ശുദ്ധബോധോസി നിരാകൃതി സ്വയം സർവദേഹിന. ത്വം ശുദ്ധബോധോസി ഹി സർവദേഹിനാം ആത്മാസ്യധീശോസി നിരാകൃതി സ്വയം പ്രദീയസേ ജ്ഞാനദൃശാം മഹാമതേ പാദാബ്ജഭൃംഗാഹൃതസംഗസംഗിനാം. ആർക്കങ്ങ് ലഭ്യനാണ്? ആരാണങ്ങ്? ത്വം ശുദ്ധബോധ അസി. അങ്ങ് ശുദ്ധബോധമാണ്, ബോധസ്വരൂപനാണ്. ത്വം ശുദ്ധബോധോസി നിരാകൃതി സ്വയം. അങ്ങേക്കൊരു ആകൃതിയൊന്നുമില്ല. ശ്രീരാമനെ കുറിച്ച് ലക്ഷ്മണൻ പറയുകയാണ്. ഞാനത് അറിയുന്നു. അങ്ങോ സർവദേഹിനാം അന്തരാത്മദൃഗ്. ധന്യ ഗോപികളുടെ ഗോപികാഗീതത്തിലും പറയുന്നത് അഖിലദേഹിനാം അന്തരാത്മദൃഗ്. അഖിലദേഹികളുടെയും അന്തരാത്മാവായിരിക്കുന്ന ദൃക്കാണ് അങ്ങ്. അപ്പം ഈ ബോധം നമുക്കുണ്ടാവണം. ഈ ബോധം ഉണ്ടായിക്കഴിഞ്ഞാലോ കൃഷ്ണനെ നമുക്ക് എല്ലായിടത്തും കാണാം. അപ്പം കൃഷ്ണനാണ് എല്ലാവരുമായി എല്ലാമായി ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ കൃഷ്ണനോട് ഏതൊരു പ്രേമം, കൃഷ്ണനോട് ഏതൊരു ഭക്തി, ഏതൊരു ബഹുമാനം, ആദരവ് ഉണ്ടാവുമോ അതെല്ലാം പ്രകൃതിയിൽ എല്ലാറ്റിനോടും ഉണ്ടാവും. അതാണ് വിശ്വപ്രേമം, അതാണ് ആധ്യാത്മികത. അതുകൊണ്ടാണ് ലക്ഷ്മണൻ എന്തു പറഞ്ഞത്? ജ്ഞാനഭൃശാം മഹാമതേ. ജ്ഞാനികൾ അങ്ങയെ അറിയുന്നു, അവർക്കങ്ങ് ലഭ്യനാണ്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയഃ പരംഭാവമജാനന്തഃ. ഇങ്ങനെ എൻ്റെ പരംഭാവത്തെ അറിയാത്ത മൂഢന്മാർ എന്നെ അവമാനിക്കുന്നു. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല. അവരങ്ങനെ എന്നെ, ഞാനിങ്ങനെ അവരെ പോലെ ഒരാളാണ്, കുറച്ചുകൂടെ കേമനാണ് എന്നൊക്കെ അവർ കരുതുന്നു. തുടർന്നു 25-ാമത്തെ ശ്ലോകം 7-ാം അധ്യായം.
നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. വീണ്ടും ഈ ആശയത്തെ ഒന്നുകൂടെ ഭഗവാൻ ഉറപ്പിക്കുന്നു. യോഗമായ സമാവൃത, യോഗമായ കൊണ്ട് മറയപ്പെട്ടിരിക്കുന്ന, എന്താ ഈ മായ എന്ന് പറഞ്ഞാൽ? യാ മാ സാ മായ, ഉണ്ട് എന്ന് തോന്നും, എന്നാൽ അതില്ല. അതെന്താണ്? നാമമായി രൂപമായി ഇരിക്കുന്നത്. ഹേ, ഈ നാമവും രൂപവും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഇല്ല എന്നാരാ പറഞ്ഞത്? ഉണ്ട്. പക്ഷെ അതിൻ്റെ അസ്തിത്വം, നിങ്ങളതിനൊരു പേര് നൽകി, അതോടുകൂടി അതിനൊരു പുതിയ നാമം വന്നു, അതോടുകൂടി അത് മറ്റൊന്നിൽ നിന്ന് ഭിന്നമാണെന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അതിനെയാണ് പറഞ്ഞത്. ഈ ജ്വല്ലറിയിലെ ആഭരണങ്ങളെല്ലാം സ്വർണ്ണമാണെന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വർണം പോലെയല്ലല്ലോ മറ്റു പല വൈവിധ്യങ്ങൾ. അതെ, അതുതന്നെ ഈ അരി കൊണ്ടുണ്ടാക്കുന്ന പല പലഹാരങ്ങൾ പോലെയാണ്, തുണി കൊണ്ടുള്ള പല വസ്ത്രങ്ങൾ പോലെ എല്ലാ ഭിന്ന വൈവിധ്യങ്ങളും, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 എണ്ണമാണ്. ഈ 5ഉം തന്നെ ഓരോന്നിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ആത്മാവിലാണ്. നമ്മുടെ ശരീരം തന്നെ നോക്കൂ, എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ശരീരമായി തീരാൻ സഹായകമായ, അതിൻ്റെ കാരണമായ പുരുഷൻ്റെയും സ്ത്രീയുടെയും നമുക്കറിയാലോ, ശുക്ല സംയോഗത്തിലൂടെ അതിനെ ഇങ്ങോട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലോ അതെന്താ? അത് പരിശോധിക്കുന്നതിന് നമുക്കിപ്പോൾ ഒരു കോഴിമുട്ട, നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഒരു കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചാൽ മാത്രം മതി. മഞ്ഞ കരുവുണ്ട്, അതുപോലെ അതിൽ വെള്ളയുമുണ്ട്. ലിക്വിഡായിട്ടുള്ള ഒരു ഫോമിലാണ് അതിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ ഈ കോഴിയുടെ കൊക്കും തുവലും ഈ പറഞ്ഞ അതിൻ്റെ കാലും വാലും ഇതെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെ ഉണ്ട്? കാരണരൂപത്തിലുണ്ട്. അതിനാവശ്യത്തിനുള്ള ചൂട് കാര്യം, അതായത് ഇതിങ്ങനെ ഓരോ ദിവസം കോഴി ഇട്ട് കൊടുക്കുകയാണോ? തുവലും അതും ഇതൊക്കെ. പിന്നെ ആ കോഴിയിൽ എന്തൊക്കെയുണ്ട്? അതിനുണ്ടല്ലോ ഈ നാഡീഞരമ്പുകളും ഹൃദയവും കുടലും എല്ലാം ഉണ്ടല്ലോ. ഇതല്ലേ നമ്മുടെ ഈ അവസ്ഥ? നമ്മുടെ മുടി, നമ്മുടെ നഖം, എല്ല്, ഈ കാണുന്ന വൈവിധ്യങ്ങളായിരിക്കുന്ന എല്ലാം അതിൽ നിന്നല്ലേ ആവിർഭൂതമായത്? അതിൽ നിന്നല്ലേ ഇത് പലതായി പ്രകടമായത്? ഇത് ഇരിക്കുമ്പം തന്നെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ്. പല്ലിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കാഠിന്യമാർന്നതാണ് ആ പല്ല്. എന്നാൽ അത് ഉറച്ചിരിക്കുന്ന ആ തൊണ്ണ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിലാണ് ഇതിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ഈ തമ്പാക്കൊക്കെ അടിച്ച് ഇളകി പോകുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണത്. ഈ ചെറുപ്പത്തിൽ പല്ല്
ഇളകി, ആദ്യത്തെ പല്ല് ഇളകി പുറത്തേക്ക് വരുമ്പം ഇങ്ങനെ നാവ് കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി അവസാനം അത് എടുക്കുമല്ലോ. അതിൻ്റെ വേരുകളൊക്കെ പോയിരിക്കുന്നത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ കാഠിന്യം എത്രയാ. അതുപോലെ നമ്മുടെ എല്ല്, ഇതെല്ലാം രൂപപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു സൂചിമുനയുടെ അഗ്രത്ത് വയ്ക്കാവുന്ന അത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം. ഇങ്ങനെ നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് ഒരു ചെറിയ വൃക്ഷത്തിൻ്റെ വിത്ത് എടുത്തു നോക്കൂ, അതിൽ ഈ മഹാവൃക്ഷമില്ലേ, വൃക്ഷങ്ങളെക്കാൾ വൈവിധ്യമാണല്ലോ മനുഷ്യൻ്റെയും നമ്മുടെ പല ജീവജാലങ്ങളുടെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഈ വൈവിധ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ കാരണത്തിലേക്ക് യാത്ര ചെയ്യാൻ, അതിനെ അനുമാനിക്കാൻ, അതിനെ അങ്ങനെ കാണാൻ പെരുത്ത് ബുദ്ധിയൊന്നും വേണ്ടെന്ന്. നിങ്ങളിൽ ഈ അനാവശ്യമായ വികാര വിചാരങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇടിഞ്ഞു ഒളിഞ്ഞു വീണു പോകുന്നുള്ള, അയ്യോ അപ്പം എൻ്റെ കൃഷ്ണൻ, ഏത് കൃഷ്ണൻ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കി വെച്ചാൽ കൃഷ്ണനൊക്കെ ഒരു നിലയും വിലയുണ്ട്. അല്ലെങ്കിലൊക്കെ അതൊരു എസ്പേഡ് ഏഴാങ്കൂലിയാണ്. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ആരെങ്കിലും അതിന് എവിടെയെങ്കിലും ഒരു വിഗ്രഹം ഉടഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അത് ഉടയ്ക്കാൻ പറ്റാത്ത വിഗ്രഹമാണ് കൃഷ്ണ വിഗ്രഹം, കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും. അതാദ്യം തിരിച്ചറിയണം ഓരോരുത്തരും. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ അറിവ് എല്ലാവർക്കും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടയ്ക്കാനും ഒരുത്തനും പോവില്ല. അതാണ് ഇത് ഏറ്റവും വലിയ വികാരമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, മതങ്ങളുടെ ആളുകളൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ചിഹ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അധിക്ഷേപം നടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നാൽ അതില്ല. ആ രീതിയിൽ മനസ്സിലാക്കിയാലോ ത്വം ശുദ്ധബോധ. തുടർന്ന് പറയാണ് ഇവിടെ 28ാമത്തെ ശ്ലോകത്തിൽ, നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമചമവ്യയം. ലോകമായ സമാവൃത, യോഗമായ സമാവൃത, യോഗമായ സമാവൃത. ഈ യോഗമായ കൊണ്ട് ലോകം മായ കൊണ്ട് സമാവൃതമാണ്, ലോകവും യോഗവും. അപ്പം എന്താണ് യോഗമായ? നേരത്തെ പറഞ്ഞു, മമ മായ ദുരത്യയ, എൻ്റെ മായ തരണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്, കുറച്ച് വിഷമം പിടിച്ചതാണ്. നല്ല ശ്രദ്ധ ഉണ്ടെങ്കിലേ അത് സാധിക്കും. അപ്പം ആദ്യം ഈ യോഗമാകുന്ന മായ എന്ന് പറയുന്നത്, യോഗം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നതാണ്. എന്തിനോട്? ഈ നാമത്തോടും രൂപത്തോടും. വേറെപ്പം എന്താ? ഓരോരോ പുതിയ നാമങ്ങൾ വരുന്നു, രൂപങ്ങൾക്കനുസൃതമായി നാമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തു പറയുന്നു? ഇഡലി മാവ് പാത്രത്തിൽ ഒഴിച്ച് ആവി കയറ്റി പ്ലേറ്റിൽ വെച്ചാൽ അത് ഇഡലി. അതേ മാവ് കല്ലിൽ വെച്ച് പരത്തിയെടുത്താൽ അത് ദോശ. ഒരേ മാവാണ്, രണ്ട് വിധത്തിലാണ് അതിനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി അതേ ഇഡലി ബാക്കി വന്നാൽ, ഇഡലി ഇഷ്ടമില്ലാത്തവന് അമ്മ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും കൊത്തി അരിഞ്ഞ്, ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്
ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഈ മുറിച്ച ഇഡലി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അതിന് കളറും മാറും. ഒരു പിഞ്ച് നുള്ള് മുളക് പൊടി ഇട്ട് വേണമെങ്കിൽ, അങ്ങനെ കടുകൊക്കെ പൊട്ടി ഇങ്ങനെ ഇഞ്ചിയുടെ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കുനുകുനായുള്ള പച്ചമുളകും, ഇനി അവനെ പറ്റിക്കാൻ വേണ്ടി ഒരു നുള്ളി ശർക്കരപ്പൊടിയോ പഞ്ചസാരപ്പൊടിയോ ഒക്കെ ഇട്ടാൽ അവനത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഡ്ഡലി അവന് ഇഷ്ടമേ അല്ല. അങ്ങനെ പല തട്ടിപ്പ്. ഇഡ്ഡലി കൊണ്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാലോ അവനത് കഴിക്കില്ല. ഇനി അവനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ ചേച്ചിയോ ആരെങ്കിലും പറയാം, എടാ പൊട്ട, ഇത് ഇഡ്ഡലി തന്നെയാണടാ, അമ്മ നിന്നെ പറ്റിച്ചതാണെന്ന്. അപ്പോൾ അവനൊരു, ആണോ അമ്മേ, ആണോ, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുന്നു? അതല്ല. അപ്പോൾ അവനത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാണ് യോഗമായയാ. ഇങ്ങനെ മഞ്ഞപ്പൊടി പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് 2 കറിവേപ്പിലിട്ട് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭലേ വേഷ്. അങ്ങനെയാണ്. അതാണ് ഈ യോഗമായ. അതിൽ നമ്മളെന്താണ് മോഹിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ യോഗമായ സമാവൃത, യോഗമായ കൊണ്ട് മറഞ്ഞിരിക്കുന്ന അഹം, ഞാൻ, സർവസ്യ ന പ്രകാശ, എല്ലാവർക്കും ഞാൻ പ്രകാശിക്കുന്നവനല്ല. ആർക്കാണ് ഞാൻ പ്രകാശിക്കുന്നത്? ജ്ഞാനദൃശാം, ജ്ഞാനികൾക്കാണ്. ന പ്രകാശ. അതുകൊണ്ട് അയം മൂഢ, ഈ മൂഢന്മാരായിട്ടുള്ള ലോകം, ജനം, അവ്യയം മാം ന അഭിജാനാതി, അവ്യയം വ്യയമില്ലാത്ത, അച്യുതം ച്യുതിയില്ലാത്ത, നാശരഹിതമായ എന്നെ ന അഭിജാനാതി, അവരെന്നെ അറിയുന്നില്ല. അപ്പം ഈ വിഗ്രഹങ്ങൾക്കപ്പുറത്തുള്ള ഒരു ഞാനുണ്ട്. ആ എന്നെ അവർ മൂഢന്മാരെ അറിയുന്നില്ല. അവരെ സംബന്ധിച്ച് ഏതോ കാലത്ത് ചിത്രകാരൻ വരച്ചു വെച്ച ഈ ചിത്രം ആണ് ഞാനെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഈ വിഗ്രഹമാണ് ഞാനെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും അടിക്കടി പറയുന്നത്, കല്ല് ഈശ്വരനാണ്, മറിച്ച് ഈശ്വരൻ കല്ലല്ല. കല്ല് ഈശ്വരനാണ്, അതിന് പ്രമാണമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ, എന്നിൽ നിന്ന് അന്യമായി ഈ വിശ്വത്തിൽ യാതൊന്നും തന്നെ ഇല്ല അർജുന എന്ന പ്രമാണം അനുസരിച്ച് കല്ല് കൃഷ്ണനാണ്. മറിച്ച് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കല്ലല്ല, അല്ലെങ്കിൽ മരമല്ല, ഈ പറഞ്ഞ ഏതെങ്കിലും ഏടാകൂടങ്ങളൊന്നുമല്ല. ഈശാവാസ്യമിതം സർവം എന്ന പ്രമാണം അനുസരിച്ച് അതല്ലാത്തതായ യാതൊന്നുമില്ല. ഇതാണ് മുമ്പും പറഞ്ഞത്. ഈശ്വരൻ, കൃഷ്ണൻ എല്ലാവരിലും ഉണ്ട്. പക്ഷെ എല്ലാവരും കൃഷ്ണനിൽ ഇല്ല. കൃഷ്ണന് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, യോഗമായ സമാവൃത അഹം സർവസ്യ ന പ്രകാശ, ഞാൻ പ്രകാശിക്കുന്നില്ല അവർക്ക്. എന്തുകൊണ്ട്? ഈ യോഗമായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. തുടർന്ന് വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന
ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഇതൊക്കെ 7-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു 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 വിഷമാണ്. പക്ഷെ ഇത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ. ഇതിന് ഘടകവിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും പലരും. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്, ഇങ്ങനെ അനുഭവമുണ്ട്. ഇതൊക്കെ കൂടുതലും ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുഭവങ്ങളെ അത് ചോദ്യം ചെയ്യാൻ എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹസിക്കുക, അതല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളോടൊരു ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ അത് 2013 64 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ നമ്മുടെ ക്യൂബയിൽ നിന്ന്, അതായത് ഹവാനയിൽ നിന്ന് കടൽ മാർഗം നീന്തിയിട്ട് ഇവിടെ കീ വെസ്റ്റിലേക്ക് വരുന്ന, മയാമി, ഫ്ലോറിഡ കീ വെസ്റ്റിലേക്ക് അതിദുർഘടമായ കടൽ മുറിച്ച് കടക്കുന്ന ഒരിതാണ്. അത് അവർ 2012-ലോ 2013-ലോ എന്തോ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൽ പരാജയപ്പെട്ട് 5 തവണ അവർ, 5-ാമത്തതാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരുടെ അത് ഒരു ട്രൂ സ്റ്റോറി ആയിട്ട് ഈ നെറ്റ്ഫ്ലിക്സിൽ സിനിമയായിട്ട് വന്നിട്ടുണ്ട് കുറേ. അപ്പോൾ അത് നിങ്ങൾ കാണണം. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവരുടെ അവസാനത്തെ പല ശ്രമങ്ങളിലും അവർക്ക് അതികഠിനമായ പ്രശ്നങ്ങൾ, ഈ നമ്മുടെ എന്താ പറയുക, ഈ നീരാളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇവൻ്റെ പിടുത്തത്തിൽ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്രാവിൻ്റെ എന്താ പറയുക, അറ്റാക്ക്, അങ്ങനെ മരണത്തോട് മല്ലടിച്ചിട്ടാണ് അവരത് ചെയ്തത്. പക്ഷെ നമ്മൾ നിങ്ങളോട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അവരുടെ അവസാനത്തെ അറ്റംപ്റ്റ് ഈ 64 വയസ്സിൽ അവരത് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ആരും ഭേദിച്ചിട്ടില്ല. ഇപ്പോഴും ആർക്കും അത് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ അവർ ഈ കടലിൻ്റെ മുകളിൽ കൂടെ മാത്രമല്ല, കടലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീന്തും, ഉള്ളിൽ കൂടെ അങ്ങനെ പോവും. അപ്പോൾ ഇവർ ഏതാ ഈ സ്ഥലം പറയുന്നത്? നമ്മൾ അമേരിക്കയുടെ ഒരറ്റമാണ് കീ വെസ്റ്റ്, ഫ്ലോറിഡ, മയാമി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യ, ശ്രീലങ്ക, കേരളം, ശ്രീലങ്ക പോലെ, പക്ഷേ ദൂരമുണ്ട് എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയാണല്ലോ അതിൻ്റെ കിടപ്പ്. അതിലേക്കാണ് നീന്തി വരുന്നത്. അപ്പോൾ ഇത് ഏതാ ഭൂപ്രദേശം? ഇന്ത്യയുമായിട്ട് അതിന് ബന്ധമില്ല. എന്തിനാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ കടലിൻ്റെ ഉള്ളിൽ അവർ കാണുന്ന കാഴ്ചയുണ്ട്. എന്താ അവർ കാണുന്നതെന്നറിയോ? താജ്മഹൽ ഒരു കടലിൻ്റെ ഉള്ളിൽ കാണുക.
താജ്മഹൽ ഇങ്ങനെ അതിമനോഹരമായിട്ട് അവരതിൻ്റെ ഉള്ളിൽ കാണുന്നു. അവർ പൊങ്ങി വന്നിട്ട് ഈ ഗൈഡിനോട്, ഇവരുടെ ഈ നാവിഗേറ്റർ ഉണ്ടല്ലോ, ചെറിയ ഒരു ബോട്ട് ഇവർക്ക് കൂടെ വേണമല്ലോ ഇവരെ നാവിഗേറ്റ് ചെയ്യാനും, അവർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ പിടിച്ച് കയറ്റിയിടാൻ, പിന്നെ ഈ വെള്ളം കൊടുക്കാനും ചെറിയ രീതിയിലൊക്കെ. വെള്ളത്തിൽ നിന്ന് അവർ കയറില്ല. അപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ എന്ത് കാണുന്നു? താജ്മഹലിനെ കാണുന്നു. എവിടെ അവർ? യമുനയിലാണോ നീന്തിയത്? ഇന്ത്യയിലാണോ നീന്തുന്നത്? അല്ല. താജ്മഹൽ അങ്ങനെ കാണാൻ സാധിക്കുമോ? യുക്തിയുടെ തലത്തിൽ ചിന്തിച്ചാൽ ഈ കീ വെസ്റ്റിൻ്റെയും ഹവാനയുടെയും ഇടയിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോ? അത് ഇല്ല. പക്ഷെ അവർ കാണുന്നു. അവർക്കും അറിയാം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ട്രാൻസിലാണ് അവർ നീന്തുന്നത്. അത്ര ഇതായിട്ട് അത് നിങ്ങൾ ആ സിനിമയിൽ നിന്ന് കാണണം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഓരോന്നിൽ നമുക്ക് തീവ്രതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പലതും ഉണ്ടാക്കും. നിങ്ങൾ ഈ വിധത്തിൽ ആരാധിക്കുന്ന ഈ കൃഷ്ണനും രാമനും ഒക്കെ നിങ്ങളോട് വന്ന് ഉപദേശങ്ങൾ തരുന്നതും, നിങ്ങൾക്ക് ചില സ്വപ്നത്തിൽ നമ്മൾ പലതും കാണുമല്ലോ, ഇതെല്ലാം സംഭാവ്യമാണ്. അതെല്ലാം അവരവരെ സംബന്ധിച്ച് അതെന്താണ്? അതൊരു പ്രമാണമാണ്. അവർക്ക് അത് സത്യമാണ്. ലോകത്തിന് അത് സത്യമല്ല. എനിക്കും നിങ്ങൾക്കും അത് സത്യമായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഈ ധർമ്മശാസ്ത്രം അങ്ങനെയല്ല. ധർമ്മശാസ്ത്രം പറയുന്നത് ഏവർക്കും സ്വീകാര്യമായിട്ടുള്ള അതൊരു പ്രപഞ്ച സത്യത്തെയാണ് പറയുന്നത്. മറ്റതൊക്കെ പ്രമാണമാക്കാവുന്നതല്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കടലിൻ്റെ അടിയിൽ ഇതേപോലെ വേറൊരാൾ നീന്തിയാൽ ഇത് കാണുമോ? താജ്മഹൽ ഇന്നടത്ത് വെച്ച് താജ്മഹൽ കാണാം എന്ന് പറഞ്ഞാൽ അവിടെ മുങ്ങിയാൽ കാണുമോ? അത് ഇല്ല. താജ്മഹൽ എവിടെയാണ്? ഇന്ത്യയിലാണ്, ആഗ്രയിലാണ്. അതൊരു നദി, യമുനയുടെ തീരത്താണ്. യമുനയിൽ നിന്ന് മുങ്ങി നോക്കിയാൽ താജ്മഹൽ കാണില്ല. കാരണം യമുന വെള്ളത്തിൻ്റെ യാതൊരു ലക്ഷണത്തിലും അല്ല ഇരിക്കുന്നത്. ഒരു കറുത്ത് കരിവാളിച്ച കരിയോയിൽ പോലെയാണ്. പ്രത്യേകിച്ച് താജ്മഹലിൻ്റെ പിറകിൽ അത് ഒഴുകുന്നത് കരിയോയിൽ പോലെ, ഒരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന ഇത്തരം കാര്യങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയല്ല നമ്മുടേത്. പക്ഷെ അതിനെ കൊട്ടിഘോഷിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ധർമ്മശാസ്ത്രം പറയുന്ന സമയത്ത് അതിനെയൊക്കെ നിരാകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഒരു തലമുണ്ട്. ആ തലം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. പലപ്പോഴും നമുക്കത് പറയേണ്ടി വരുന്ന അതിനെ നിങ്ങൾ പ്രമാണമാക്കിയെടുക്കുന്നത് കൊണ്ടാണ്. അത് അങ്ങനെ പ്രമാണമാക്കാൻ വകുപ്പില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരം മനസ്സിലുണ്ടാകുന്ന പല പല തോന്നലുകളും ചിന്തകളും ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോന്നിനെക്കുറിച്ചും ഉണ്ടാവും, പലതും ഉണ്ടാവും. അത് ചിലപ്പോൾ യേശുവിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ശ്ലോകം ചൊല്ലിയതാ, ഒന്നുകൂടെ ചൊല്ലി. അർജുന, സമതീതാനി വർത്തമാനാനി ഭവിഷ്യാണി ഭൂതാനി അഹം വേദ. സമതീതാനി എന്തൊക്കെയാണോ കഴിഞ്ഞിട്ടുള്ളത്, വർത്തമാനാനി ഇപ്പോൾ ഉള്ളത്, ഭവിഷ്യാണി ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചും. കഴിഞ്ഞത്, ഇപ്പോൾ ഉള്ളത്, വരാനിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അഹം ഭൂതാനി അഹം വേദ, ഞാൻ അറിയുന്നു.
കാരണം ഞാൻ തന്നെയാണത്. എനിക്കതറിയാം, ഭൂതവും ഭാവിയും വർത്തമാനവും. എന്നാൽ മാം തു കശ്ചന ന വേദ, ആ എന്നെയാകട്ടെ ഒരുവനും അറിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവനവനെ അറിയുന്നില്ല. അതാണ് എനിക്കിതെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ ബോധത്തിൽ നിന്നാണ് ഭഗവാൻ, ബോധസ്വരൂപനായിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. ആ ബോധമാണ് ഞാനെന്നറിഞ്ഞാലോ പിന്നെ ഞാൻ എന്നതോ ഭഗവാൻ എന്നതോ ഇല്ല. ഇതാണല്ലോ ഹനുമാൻ പറയുന്നത്, ദേഹബുദ്ധിയാത്തു ദാസോഹം. ഹനുമാനും രാമനും തമ്മിൽ പറയുമ്പോൾ പറയുന്ന ദേഹബുദ്ധിയാത്തു ദാസോഹം, ദേഹത്തിൻ്റെ നിലവാരത്തിൽ ദേഹത്തെ പരിഗണിച്ചാൽ അങ്ങയുടെ ദേഹം കുറച്ച് കേമാണ്, അങ്ങ് എൻ്റെ ബോസാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനുമാണ്, ദാസനാണ്. ദേഹബുദ്ധിയാത്തു ദാസോഹം അഹം ദാസഃ. ജീവബുദ്ധിയ ത്വദംശകഃ, ജീവൻ്റെ നിലവാരത്തിലാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നതെങ്കിൽ അങ്ങ് പൂർണ്ണനാണ്, ഞാൻ അതിൻ്റെ ഒരു അംശമാണ്, അംശാംശിയാണ്. ജീവബുദ്ധിയ ആത്മബുദ്ധിയ ത്വമേവാഹം. ഇനി ആത്മാവിൻ്റെ തലത്തിലാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ്, അങ്ങ് തന്നെ ഞാൻ. ഇതിമേ നിശ്ചിതോ മതി, ഇതെൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധിയാണ്. ഇത് നമ്മൾ അറിയണം. അപ്പം ഇത് മൂന്നുണ്ടെങ്കിലോ അറിവ് പൂർണ്ണമായി, മറ്റതോ ഭാഗികമാണ്. വെറും ദേഹബുദ്ധി മാത്രം പോരാ, വെറും ദാസോഹമായി ഇരുന്നാൽ പോരാ. അല്ല എനിക്ക് അങ്ങനെ മതി, മതിയെങ്കിൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. തുടർന്ന് ഭഗവാൻ പറയുന്നു, അർജുന നാളെ റെഡി ആയിക്കോ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.